ഞങ്ങൾക്കും പറയാനുണ്ട്. ഇപ്പോൾ ഭരണത്തിൻ്റെ നേട്ടങ്ങളുണ്ട്, കോട്ടങ്ങളുണ്ട്. ഇലക്ഷന് മാത്രം പ്രത്യക്ഷപ്പെടുക എന്നുള്ളൊരു സിസ്റ്റം മാറ്റി എന്നും നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ടോ ഇല്ലേ, നാട്ടുകാരെല്ലാവരും ഒന്നാണ്. നാട്ടുകാർ സഹകരിച്ചാലേ ബാക്കിയുള്ളവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും മത്സരിക്കും. 21 വാർഡിലും മത്സരിച്ച് മത്സരം കഴിഞ്ഞവരെല്ലാവരും ഒരുമിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. വികസനം എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തു തരാമെന്ന് പറയും, പക്ഷേ ഒന്നും നടപ്പിലായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾക്കും പറയാനുണ്ട് ഇന്ന് എത്തിയിരിക്കുന്നത് ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലാണ്. വികസന നേട്ടവും വികസന മുരടിപ്പുമെല്ലാം പലരും ഉയർത്തി കാണിക്കുമ്പോൾ ഇതിലേക്കൊന്നും ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല. പറയുന്നത് അവരാണ്. ഞങ്ങൾക്കും പറയാനുണ്ട്. ഞങ്ങൾക്കും പറയാനുണ്ട് ഇവരിൽ നിന്ന് ആരംഭിക്കുകയാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞ 5 വർഷം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അഭിപ്രായം എന്താണ്? ചേർപ്പ് ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭൂരിപക്ഷവും ഭരണം നടത്തിയിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഭരണം നടത്തിയിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അത് മാറോ മറിയോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള അനാസ്ഥകളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് തിരുത്താനായിട്ട് കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ഇവിടുത്തെ കമ്മ്യൂണിറ്റികളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ മാർക്കറ്റിനെ കുറിച്ചും അതിനെക്കുറിച്ച് പലതവണയും ഫണ്ടുകൾ വന്നിട്ടുള്ളതാണെങ്കിലും അത് ചെലവാക്കാനോ അതിനെക്കുറിച്ച് ഒരു എന്താ പറയുക അതിൻ്റെ വിനിമയം അതിൻ്റെ എന്താ പറയുക നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെതായ രീതിയിൽ നടത്തിയോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ മാർക്കറ്റിന്റെ ചന്തയുടെ വികസനം എത്രയോ പതിറ്റാണ്ടുകളായി പറയാൻ തുടങ്ങിയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി ഹാള് അതൊക്കെ നോക്കുമ്പോഴത്തേക്കും അത്ര കണ്ട് വികസനങ്ങൾ നേട്ടം വന്നിരുന്നോ? അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വികസന നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഇത് ഒരു രാഷ്ട്രീയം, ഇവർ തമ്മിൽ എല്ലാവരും മത്സരിക്കും. 21 വാർഡിലും മത്സരിച്ച് മത്സരം കഴിഞ്ഞവരെല്ലാവരും ഒരുമിച്ച് നമ്മളെ പറ്റിക്കുകയാണ്. അതിന് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ശരിയാക്കാനോ ഈ കമ്മ്യൂണിറ്റികൾ ശരിയാക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങൾ ശരിയാക്കാനോ ഇതൊന്നും സാധിക്കാതെ പോയൊരു ഇതാണ്. എത്ര വർഷമായി നിൽക്കുന്ന മാർക്കറ്റിൻ്റെ പേരിൽ ഇവർ നിൽക്കുന്നു. ഇന്ന് വരെയ്ക്ക് ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു ആവറേജ് ഭരണം ഇത്രയും കാലമായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ളതാണ് എൻ്റെ അഭിപ്രായം. പറയണമെന്ന് തന്നെ ഇപ്പോൾ കമ്മ്യൂണിറ്റികളായാലും ഈ ഗ്രൗണ്ടിൻ്റെ വികസനത്തിന് പൊതുവെ അത്ര ഒരു മുൻഗണന കൊടുത്തിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ വിചാരിക്കാം. ഇവർക്കൊക്കെ ഫണ്ട് ഇതിൽ പ്രഖ്യാപിച്ചിട്ട് നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കാൻ ഒരവസ്ഥ ശരിക്കും നടത്തേണ്ടതാണ് ശരിക്കും. പക്ഷേ ഇത്രയും നല്ലൊരു വലിയ പ്രാധാന്യത്തോടുകൂടി വന്ന ഈ കമ്മ്യൂണിറ്റികൾ ഇപ്പോഴും പ്രവർത്തനയോഗ്യമല്ലാണ്ടാണ് കിടക്കുന്നത്. ഈ ചേർപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹോളിൻ്റെ ആവശ്യം എന്തായാലും ഉള്ളതാണ്. എന്നിട്ട് പോലും അത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ഈ ഗവൺമെൻറ് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതെ, എനിക്ക് പറയാനുള്ളത് ഞാനൊരു 10-25 കൊല്ലമായിട്ട് ഇവിടെ ടാക്സി ഓടിക്കുന്ന ആളാണ്. ഇവിടെ പഞ്ചായത്തിൻ്റെ പല ഭരണസമിതികളും വന്നിട്ടും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ, കല്യാണത്തിന് വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് കയറ്റാൻ ഒരു കാര്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ പഞ്ചായത്തിൽ വരുന്ന ആളുകൾക്ക് ടോയ്ലറ്റ് സൗകര്യം അത് ഇവിടെ ഇത്രയും കാലം ആര് ഭരിച്ചിരുന്നാലും ആ സൗകര്യം ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ പല ആളുകളും സ്ത്രീകളായിരുന്നാലും കുട്ടികളായാലും വന്നിരുന്നിട്ട് പഞ്ചായത്തിൻ്റെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂട്ടി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ ഹോളിൻ്റെ അവസ്ഥ വളരെയധികം മോശമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പൈസ കൊടുത്ത് ഇത് വിജിലൻസ് കേസിലാന്ന് പറയുന്നുണ്ട്. ഇത് ഇപ്പോഴും അത് തീരുമാനമായിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ ഭരണസമിതി ഇവർ ഭരണം ഏറ്റെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്തു തരാമെന്ന് പറയും, പക്ഷേ ഒന്നും നടപ്പിലായി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര മാത്രമേ പറയാം. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പഞ്ചായത്തിലുള്ള ആളാണ്, മണിശ്ശേരി പഞ്ചായത്തിലാണ്. പക്ഷേ ഞാൻ ഒരു 10-35 കൊല്ലമായിട്ട് ഇവിടെ വണ്ടി ഓടിക്കുന്നതാണ്. ഇവിടെ ഒരു 4 തവണ മുന്നേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഭരണം ഉണ്ടായിട്ടുണ്ട്. അന്നും കണക്കന്നെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അതേമാതിരി തന്നെ വേണം. ഒരുപാട് കാശ് ചെലവ് ചെയ്തിട്ട് ആ കമ്മ്യൂണിറ്റികൾ വന്നിട്ട് ഒരു വാടകയ്ക്ക് വരെ കൊടുക്കാൻ പറ്റില്ല. വോട്ട് വേണം വർഷകാലത്ത് അതിൻ്റെ ഉള്ളിൽ കൂട്ടിയിട്ടൊക്കെയാണ്. ആ മുകളിൽ ഷീറ്റ് ഒരു പുള്ളിത്തോലി കാണാനുള്ള ഷീറ്റ് ഇട്ടിട്ട് മുഴുവൻ അഴിമതി നടക്കും. അതിനെല്ലാവരും ഇവിടെ ഒന്നാണ്. 21 ആളും ഒരേമാതിരി കൈ മതിക്കും. അതിനൊരു പ്രതിപക്ഷം ഇവിടെ അല്ലെങ്കിൽ പ്രതിപക്ഷം ഉണ്ടെന്ന് വെച്ചാൽ ഒപ്പത്തിനൊപ്പം ഉണ്ട്. ഇവിടെ 10 ആളാണ് കോൺഗ്രസ് ഉള്ളൂ. ബാക്കി മുഴുവൻ എന്തുണ്ട് ഒരു കാര്യത്തിൻ്റെ ഒക്കെ അവർ ഒന്നായി. അപ്പോൾ ഒരു കാര്യം നടത്തണില്ല. ഒരു കാര്യത്തിൽ ഈ കാര്യത്തിനൊന്നും അല്ല. ഇലക്ഷൻ സമയത്തൊക്കെ വേറെയായി. ഇലക്ഷനായിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒക്കെ ഒന്നായി എന്നാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ചേർപ്പ് പഞ്ചായത്തിൻ്റെ വികസനം എന്ന് പറയാനായിട്ട് ഇവിടെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവിടെ ഒരു പുതുതായിട്ട് ഒന്നും തന്നെ എന്താ പറയുക ചേർപ്പ് പഞ്ചായത്തിൽ ഒന്നും തന്നെ വന്നിട്ടില്ല.
പിന്നെ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ഭരണസമിതിയാണ് സത്യത്തിൽ 45 ലക്ഷം രൂപ കൊടുത്തിട്ട് ഇത് പുതുക്കി പണിതത്. ആ പുതുക്കി പണിതതിന് ശേഷം ആകെ കൂടി ഇവിടെ നടത്താൻ പറ്റിയ പരിപാടി എന്ന് പറഞ്ഞാൽ 5 പരിപാടിയാണ് നടത്തിയേക്കുന്നത്. 5 പരിപാടിയിൽ 2 പരിപാടി പാർട്ടി പരിപാടികളും ബാക്കി 3 പരിപാടിയാണ് പുറത്തുള്ള പരിപാടി നടത്തിയത്. അതിന് ശേഷം മഴക്കാലം വന്ന് ഇത് ചോർന്നൊലിച്ചു. അന്ന് പണിത കരാറുകാരൻ തന്നെയാണ് ഇവിടെ തുടർച്ചയായിട്ട് വീണ്ടും വർക്കുകൾ എടുക്കുന്നത്. ആ കരാറുകാരനെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാനോ ആളാ കരിമ്പട്ടികയിൽ പെടുത്താനോ പിന്നത്തെ ഭരണസമിതി ചെയ്തിട്ടില്ല. ആ കരാറുകാരനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് എടുത്ത് ഇപ്പോഴും നടത്തുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു അംഗനവാടി 25 ലക്ഷം രൂപ കൊടുത്തിട്ട് അംഗനവാടി പണിതെന്ന് പറഞ്ഞിട്ട് പണിത് കഴിഞ്ഞിട്ട് പിന്നത്തെ മാസം ഒരു വർഷമാവണേക്കാളും മുന്നിൽ ചോർന്നൊലിച്ച സംഭവമാണ് ചേർപ്പ് പഞ്ചായത്തിലുണ്ടായത്. പറഞ്ഞു നിർത്തുന്നത് ഞങ്ങളല്ല, പറഞ്ഞു തുടങ്ങിയതും ഞങ്ങളല്ല, പറയേണ്ടത് ദാ ഇവരൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഭരണ മികവും ഭരണ നേട്ടവും എല്ലാം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിന്റെ കാഹളം ഇങ്ങനെ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ചേർപ്പ് ഈ പ്രാവശ്യം ചൂടുപിടിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ഉയർത്തിക്കാട്ടുവാൻ ധാരാളമുണ്ടെങ്കിലും ഒരു ഭാഗത്ത് നിർമ്മാണങ്ങൾ പാതി വഴി നിലച്ച മാർക്കറ്റും തൊട്ടടുത്ത് കിടക്കുന്ന കമ്മ്യൂണിറ്റി ഹാളുമെല്ലാം ഉയർത്തിക്കാണിക്കുവാൻ ധാരാളമുണ്ട്. ഇവിടെയാണ് തെരഞ്ഞെടുപ്പിന്റെ യുദ്ധത്തിന്റെ തുടക്കം കുറിക്കുന്നത്. എന്തായാലും ഞങ്ങളല്ല പറഞ്ഞത്, ദാ ഇവരാണ് പറഞ്ഞത്. ഞങ്ങൾക്കും പറയാനുണ്ട്. നാളെ മറ്റൊരു പഞ്ചായത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.